ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു വൈറ്റ് ട്രിപ്പ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 6 ബെഡ്റൂമിൻ്റെ പ്രീമിയം പ്രൈവറ്റ് പൂൾ വില്ലയാണ്. നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം പ്രൈവറ്റ് പൂൾ വില്ല. വാഗമണിൻ്റെ കൺട്രി സൈഡിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ പ്രൈവറ്റ് പൂൾ വില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചുറ്റും കാണുമ്പോൾ തന്നെ അറിയാം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ കൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഒപ്പം തന്നെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള പല എലമെൻറ്റ്സ് നമ്മളിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ. നമ്മളിപ്പോൾ ചെക്കിനാവാൻ പോകുന്നത് ഈ പ്രോപ്പർട്ടിയുടെ സുപ്പീരിയർ റൂംസിലേക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ് കയറി വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജിലൂടെ കയറി വരുമ്പോൾ കിട്ടുന്നത് ഈ 2 ബെഡ്റൂംസ് ആണ്. ഇത് രണ്ടും AC ബെഡ്റൂംസ് ആണ്. അതേപോലെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന സുപ്പീരിയർ റൂംസും ഇവിടെയാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുപ്പീരിയർ റൂമിൻ്റെ ബാൽക്കണി സെക്ഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ക്ലാസ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി. ഒപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലനിരകളാണ്. അങ്ങോട്ട് നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന മലനിരകളും ഒപ്പം തന്നെ ഇൻഫിനിറ്റി പൂളിൻ്റെ വ്യൂ കൂടി കിട്ടുന്ന വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി. ഒപ്പം തന്നെ ഗ്ലാസ് വാളാണ് വരുന്നത്. അതുകൊണ്ട് ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ റൂംസിൻ്റെ ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ. ബെഡ്റൂമിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഗ്ലാസ് വാളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിയും അതിൻ്റെ അപ്പുറത്തേക്കുള്ള മലനിരകളുടെ വ്യൂവും ഒട്ടും ഹൈഡ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ വളരെ ക്ലാസ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബെഡ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ചെയേഴ്സ് വരുന്നുണ്ട്. അവിടെ നമുക്ക് TV വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാർഡ്രോബും മറ്റ് കെറ്റിൽസ് സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. സോ വളരെ എസ്തെറ്റിക് ആയിട്ടും വളരെ മോഡേൺ ആയിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സെക്ഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂംസിലും ഇൻറ്റീരിയർ പ്ലാൻസ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ബെഡ്റൂമിലേക്കൊക്കെ കടന്നു വരുമ്പോൾ വരുന്നത്. അതുപോലെ പെയിൻറ്റിങ് ആണെങ്കിലും റൂഫ് ആണെങ്കിലും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പീസ് ആയിട്ടുള്ള നമുക്കൊരു വെക്കേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സുപ്പീരിയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. സുപ്പീരിയർ റൂമിന് ശേഷം നമ്മൾ താഴെ കാണുന്നത് നമ്മുടെ പ്രീമിയം റൂംസ് ആണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 2 പ്രീമിയം ബെഡ്റൂംസ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നേച്ചറിനോട് വളരെ ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഈ റൂംസിൻ്റെ ഡിസൈൻസും എൻട്രൻസും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെ ശ്രദ്ധിക്കാം. പ്രീമിയം ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. നമുക്ക് കാണാം നല്ലൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്യൂൺ സൈസ് ബെഡ്. തൊട്ടടുത്ത് ചെയേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അവിടെ TV കാണാം. അതേപോലെ വാർഡ്രോബ് ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഇത് ഫുള്ളി ഗ്ലാസ് ആണ്. ഗ്ലാസിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാൽക്കണി. അവിടെ നമുക്ക് ഇൻഫിനിറ്റി വ്യൂവും കാണാൻ പറ്റും. സുപ്പീരിയർ റൂമിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഈ എക്സിക്യൂട്ടീവ് റൂം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇത് വരുമ്പം 2 സെയിം കാറ്റഗറിയിൽ വരുന്ന 2 റൂംസാണ്, ബെഡ്റൂംസാണ് വരുന്നത്. നമുക്ക് കാണാം ആസ് യൂഷ്വൽ നല്ലൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്യൂൺ സൈസ് ബെഡ് സൈസ് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ വാർഡ്രോബ്, അതേപോലെ TV, ചെയേഴ്സ്, അറ്റാച്ച്ഡ് ബാത്റൂം, അതേപോലെ ഒപ്പം നമുക്ക് ഗ്ലാസിൻ്റെ വിൻഡോയാണ് വരുന്നത്. സോ ആ ബ്യൂട്ടി മനോഹാരിത ഒട്ടും നമുക്ക് കളയാത്ത രീതിയിലുള്ള ഒരു ഗ്ലാസ് വ്യൂ എക്സ്പീരിയൻസും കൂടി ഈ റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 2 റൂംസ് താഴെ വരുന്നു. ഒപ്പം തന്നെ മുകളിലെ 2 സുപ്പീരിയർ പ്രീമിയം റൂംസും കൂടി. അങ്ങനെ ടോട്ടൽ 6 റൂംസാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ഇൻഡിവിജ്വൽ റൂംസ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഈ എൻ്റയർ പ്രോപ്പർട്ടി ഒന്നിച്ച് റിസർവ് ചെയ്യാൻ പറ്റും. സോ ഒരു ഗ്രൂപ്പായിട്ട് വന്നാലും അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് വന്നാലും നിങ്ങൾക്ക് 2 രീതിയിലും ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്ത് ഇതിൻ്റെ എക്സ്പീരിയൻസ് ആ ഒരു എൻ്റയർ പ്രോപ്പർട്ടിയുടെ ആംബിയൻസും ആ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ റിസർവേഷൻസും അതേപോലെ ഈ പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലേസ് ഏരിയ, ദ പൂൾ, ഇൻഫിനിറ്റി പൂൾ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ യുണീക്ക്ലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റി വ്യൂയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പൂളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
വളരെ വിശാലമായിട്ടുള്ളൊരു പൂള്, ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ നല്ല പൂൾ ബെഞ്ചസും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടി ഇരുന്ന് ചില്ല് ചെയ്യാനും അതേപോലെ പൂളിലൊന്ന് സ്വിം ചെയ്ത് എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പൂള്. വാഗമണിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പൂൾ ഡിസൈൻ തന്നെയാണ് ഈ പ്രോപ്പർട്ടിയുടെ വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കോമൺ ഗ്യാതറിംഗ് ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഒരു 25 പീപ്പിളിന് ഈസി ആയിട്ട് ഒന്നിച്ച് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതുപോലെ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് ഒരു ചെറിയൊരു മിനി സ്റ്റേജും കൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റേജിൽ അത് ഡെക്കറേറ്റ് ചെയ്യാനും അതേപോലെ സെലിബ്രേറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും തമാശ പറയാനും നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പേസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വ്യൂ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വളരെ മോഡേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ് ആണ്. അതിൽ ബാക്കിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ മലനിരകളുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യാം. ഒപ്പം തന്നെ പ്രകൃതിയുടെ വ്യൂവും കാണാം. അതേപോലെ നമ്മളുടെ എക്സ്പീരിയൻസും നമ്മുടെ മൊമെൻറ്റ്സും കൂടി ഒന്നിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ്സ് അമേസിങ്. ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ റെസ്റ്റോറൻറ്റ് സെക്ഷൻ വരുന്നത്. ഗ്ലാസ് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 16 പേർക്ക് ഈസി ആയിട്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്പേസ് വരുന്നത്. നമുക്കിവിടെ ഒരു ഓൺ ഷെഫ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ഫുഡ് മെനു പറഞ്ഞാലും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ നിന്നാലും ആ വ്യൂ ഒട്ടും മറയുന്നില്ല, ഒട്ടും ഹൈഡ് ആവാത്ത രീതിയിൽ നമുക്ക് വാലി വ്യൂ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സെക്ഷനിൽ ചെയ്തിരിക്കുന്നത്. ഈ ബാക്കി കാണുന്ന 6 ബെഡ്റൂമിൻ്റെ പ്രൈവറ്റ് പൂൾ വില്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവിധ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിനും വേണ്ടി വൈറ്റ് ട്രിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ കം, ലെറ്റ്സ് ഗെറ്റ് എ വൈറ്റ് ട്രിപ്പ്.